കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്കിലും കൊച്ചി നഗരം പൂർണ്ണമായും നിശ്ചലമായില്ല. സർക്കാർ ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുന്നതിനാൽ നഗരം ഒരു അവധി മൂഡിലാണെന്ന് തോന്നുമെങ്കിലും റോഡുകളിൽ സ്വകാര്യ വാഹനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പണിമുടക്ക് നഗരജീവിതത്തെ സാരമായി ബാധിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന കാഴ്ചകളാണ് കൊച്ചിയിലുടനീളം. ദേശീയ പണിമുടക്കാണ് ഇത്. എന്നാൽ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനമെല്ലാം തുറന്നു പ്രവർത്തിക്കുന്ന അവസ്ഥ. എന്നാൽ കേരളത്തിലെ 13 ജില്ലകളും നിശ്ചലമായി. കൊച്ചി മാത്രമാണ് അതിൽ അപവാദമാകുന്നത്. മെട്രോയും ഐടിയും സജീവം. കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയും തടസ്സങ്ങളില്ലാതെ സർവീസ് നടത്തുന്നത് യാത്രക്കാർക്ക് വലിയ ആശ്വാസമായി. മെട്രോയുടെ എയർപോർട്ട് ഫീഡർ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഐടി ജീവനക്കാരും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഇന്ന് ജോലിക്ക് ഹാജരായിട്ടുണ്ട്. ഊബർ ഉൾപ്പെടെയുള്ള ടാക്സികൾ ലഭ്യമായതും നഗരത്തിന്റെ ചലനവേഗത കുറച്ചില്ല. തുറന്ന ഹോട്ടലുകളും കടകളും മരുന്ന് കടകൾക്ക് പുറമെ നഗരത്തിലെ ഒട്ടുമിക്ക ചായക്കടകളും ഹോട്ടലുകളും ഇന്ന് തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണ ഹർത്താൽ ദിനങ്ങളിൽ അനുഭവപ്പെടാറുള്ള ഒറ്റപ്പെടൽ ഇത്തവണ കൊച്ചിയിൽ പ്രകടമല്ല. അങ്ങനെ ഹർത്താലിനെ കൊച്ചി തോൽപ്പിക്കുകയാണ്. 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി നടത്തുന്ന പണിമുടക്ക് വ്യാഴാഴ്ച അർദ്ധരാത്രി വരെയാണ് നീണ്ടുനിൽക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ വിവിധ നയങ്ങൾക്കെതിരെ നടത്തുന്ന ഈ പണിമുടക്കിന് കേരളത്തിലെ ഭരണപ്രതിപക്ഷ അനുകൂല സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കൊച്ചിയിലെ ജനജീവിതം സ്വയം സജ്ജമായി മുന്നോട്ടു പോയി. ഇത് ഹർത്താലുകാരെ അത്ഭുതപ്പെടുത്തുന്നു. ഈ മാതൃക കേരളത്തിലെ മറ്റിടങ്ങളും ഏറ്റെടുത്താൽ അടച്ചുപൂട്ടൽ എന്ന സമരാഭാസം ലോകത്ത് തന്നെ ഇല്ലാതെയാകും. കേരളത്തിൽ മാത്രമാണ് ഈ അത്ഭുത പ്രതിഭാസം ഉള്ളത്. അങ്ങനെ കൊച്ചി പഴയ കൊച്ചിയല്ലാതെ മാറുകയാണ്. ഈ വേദന ഹർത്താലുകാരുടെ മുഖത്തും പ്രകടം.